ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചലഞ്ചസ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നാളെ കസിൻ്റെ കല്യാണമാണ് ഗൈസ്. ഞാൻ എന്താ ചെയ്യുക, ഒരു മാസം എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടമായിരുന്നു. അതായത് റിസപ്ഷന്, മറ്റേ വെഡിങ്ങിനായിട്ട് കുറേ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, ഓർണമെൻറ്റ്സ്, അതേപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസ്, കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഫേഷ്യൽ ഒക്കെ, എൻ്റെ സ്കിൻ കെയർ ഒന്നും മര്യാദയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല ഒരു മാസം. അത് തൊണ്ടയൊക്കെ അടഞ്ഞു, ആകമാനം ഇതായിട്ടിരിക്കുകയാണ്, ഫുള്ള് ഡള്ളായിട്ടിരിക്കുകയാണ് മുഖം. അപ്പോൾ നാളെയാണ് കല്യാണം, ഇന്ന് മൈലാഞ്ചി ഇടാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നാണ് വീട്ടിലൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ കിട്ടിയ സമയം. അപ്പോൾ ഇന്ന് മഞ്ഞൾ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടി അവിടെ റെഡിയാക്കാനൊക്കെ പോകണം. അവിടെ വീടൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം നമുക്ക്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊന്ന് സമയം കിട്ടിയത് എൻ്റെ സ്കിൻ കെയറൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മുഖാകമാനം ഡള്ളായിട്ടിരിക്കുകയാണ് ഇപ്പോൾ, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വെടുപ്പില്ലാണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ മുഖം. അപ്പം ഞാൻ ഇന്ന് ഒരു 15 മിനിറ്റ് സമയമുള്ളൂ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് 15 മിനിറ്റ് സമയമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു 3 ദിവസം മുമ്പൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ നേരം ഉണ്ടായിരുന്നില്ല. എല്ലാ സാധനങ്ങളും മേടിച്ച്, അതേപോലെ ഞാൻ മുടി വെട്ടി, ലെയർ കട്ട് വെട്ടാൻ, മുടി വെട്ടാൻ എനിക്ക് സ്വാഭാവികം എന്ന് പറയുന്നത്, മുടി വെട്ടാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. കാരണം എല്ലാവരും എന്നോട് മുടി വെട്ടിക്കോളാം എന്ന് പറയും, പക്ഷേ എനിക്ക് വെട്ടുമ്പോൾ എന്താണെന്ന് അറിയില്ല, മുടി വളർന്നു വരും. എന്നാലും എനിക്ക് മുടി വെട്ടുന്ന കാണുമ്പോൾ കരച്ചിൽ വരും കേസ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര കുറച്ചൊക്കെ വെട്ടാമെന്ന് വെച്ച് പോയതാണ്, പക്ഷെ കുറച്ചധികം വെട്ടിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല, കല്യാണത്തിന് വേണ്ടിയല്ലെന്ന് വെച്ചാൽ സമാധാനിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 250 രൂപയുടെ ആ ഒരു സംതിങ് ഇതിൽ ഉണ്ടല്ലോ, എന്താണ് കളറടിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് മേടിച്ച് നല്ല ചെത്താവാന്ന് വെച്ചു. കല്യാണത്തിന് ഐറ്റംസൊക്കെ മേടിച്ചു. 250 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ചു. മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ കണ്ടപ്പോൾ അത് മേടിച്ച്. ബാക്കി കാശ് നോക്കി 70 രൂപയുണ്ട് കേസ്. 20 രൂപയ്ക്ക് നമ്മൾ ബസ്സിന് പോകണം. ബാക്കി എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. ഈ 50 രൂപ വെച്ച് ഞാൻ ഫെമ്മ് മേടിച്ചിട്ട് വന്നു. അപ്പോൾ കളറടിക്കൽ ഉപേക്ഷിച്ചു ഞാൻ. അതായത് കളറടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ 5 പൈസ ഉണ്ടായില്ല. എല്ലാം മേടിച്ച് ബ്യൂട്ടി പ്രോഡക്ട്സും അതേപോലെ കുറേ പ്രൊഡക്ട്സ് മേടിച്ചപ്പോൾ കാശ് നോക്കിയില്ല, വാരി അങ്ങോട്ട് വിതറി. അപ്പോൾ അതുകൊണ്ട് കളറടിക്കാനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള കാശ് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അതുകൊണ്ട് ഫെമ്മ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അതൊരു കാര്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ മുടിക്ക് ഒരു കളറും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് കുറച്ച് നേരം ഇട്ടുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഹെയർ കട്ട് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത മുടി ബാക്കിൽ അഴിച്ചിട്ടിട്ട് ഞാൻ്റെ ഒരു പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ മുടി മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അതായത് എന്താണ്, മുടിയാക്കി എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കളർ അടിച്ചില്ലെങ്കിലും മുടി കാണാൻ ഭംഗിയില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അടുത്തതിന് ഞാൻ ലിപ്പിൻ്റെ സ്ക്രബാണ് ചെയ്യുന്നത്. ലിപ് സ്ക്രബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും അതേപോലെ തന്നെ തേനും വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്പിലിടുന്നൊരു എന്താണ് പാക്ക്, ഒരു മാസ്ക്, എന്തതിന് പറയുക, സാധനം എന്താണ് കസ്തൂരി മഞ്ഞളും അതേപോലെ തന്നെ കുറച്ച് പാലിനേക്കാളും നല്ലത് കുറച്ച് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒന്നിട്ട് നിങ്ങളെന്തെങ്കിലും കാണിക്കും. ഞാൻ യൂസ് ചെയ്തത് പാലാണ്. അത് വെച്ച് ഞാൻ ചുണ്ടിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചുണ്ട് നല്ല സോഫ്റ്റ് ആവും, നല്ല ഒരു കാണുമ്പോൾ തന്നെ ഒരു റോസി ലിപ്പ്, അങ്ങനെ ഒരു ലിപ്പ് നമുക്ക് കിട്ടും. ഇനി ഒരു കണ്ണിൽ വെച്ചുള്ള സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ഒരു ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ള അലോവേര ജെല്ലും അതേപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് 2 അതേപോലെ തന്നെ അലോവേര ജെല്ലും റോസ് വാട്ടർ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്, ഈ 3 വെച്ച് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അത് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ പഫിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉറക്കപ്പിച്ച ആ ഒരു ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്, അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ പോയ സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. ഡയമണ്ട് ഫേഷ്യലൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് വലിയ കാര്യത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡയമണ്ട് ഫേഷ്യലിൻ്റെ വില കേട്ടപ്പോൾ എൻ്റെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നൊന്നും പറയില്ല, അതേപോലെ ഒരു നിൽപ്പായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു 100 രൂപയുടെ ഈ ഒരു ഫേഷ്യൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും നമുക്ക് ഫേഷ്യൽ വേണം എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ആ സമയത്ത് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ സൂപ്പർ സാധനമാണ് കേട്ടോ അത്. നിങ്ങളിപ്പോൾ ഇടുമ്പോൾ ഉള്ള ഒരു ഇത് നോക്കിക്കോ. അത് ശേഷം ഈ 4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അടിപൊളി റിസൾട്ടാണ്, നല്ല സാധനമാണ് കേട്ടോ. 100 രൂപയായാലും 100 രൂപയേക്കാൾ കൂടുതൽ അതിൽ കാണിക്കുന്നുണ്ട് അത്. അപ്പോൾ അതേപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, വേഗം പോവുകയാണ്. അപ്പോൾ കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ്. കാലിൽ കളയാനൊന്നും എനിക്ക് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ ടാൻ കളയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവും അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നമ്മൾ കറക്കിയെടുക്കുന്ന മഞ്ഞളൊന്നും ഒരിക്കലും എടുക്കരുത്, പണി പാളും. എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പാലോ അല്ലെങ്കിൽ തൈരോ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിലിപ്പോൾ പാലുള്ളൂ, അപ്പോൾ അത് യൂസ് ചെയ്തു. തൈരാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്ന സാധനം എടുക്കുക. എന്നിട്ട് കയ്യിൽ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ കൈയുടെ പകുതി വരെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി പകുതി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന്. അടിപൊളി സാധനമാണ് ഇത്. നമ്മുടെ ഫുൾ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്താലും ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ടാൻ പോകുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ ഇത്. സൂപ്പർ റിസൾട്ട് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ജെല്ലാണ്. അതാണ് നമ്മൾ മൂന്നാമത്തായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഇട്ടിരുന്ന ആ സിയാ സീഡിൻ്റെ വെള്ളമാണ്. അതെനിക്കിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ നേരില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എനിക്കിന്ന് ചോറിനാണെന്ന് നേരില്ല, അതുകൊണ്ടാണ് ഈ സിയാസീഡിൻ്റെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വയറ് ഫുൾ ഫില്ലായിട്ട് ഇരുന്നോളും, നമുക്ക് വിശക്കൊന്നും ഇല്ല തിന്നുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. മെഹന്തി ഇടുമ്പോൾ നമുക്ക് വിശന്നാൽ നമുക്ക് തിന്നാൻ പറ്റില്ല, നമ്മൾ 2 കൈമൊക്കെ ഇടേണ്ടതാണ്. അപ്പോൾ ബ്രൈഡിൻ്റെ ഇട്ട് കഴിഞ്ഞു, ഇനി അങ്ങനെയാണ് ഇടാനുള്ളത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇനിയിപ്പോൾ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ സ്കിൻ കെയറും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ഞാൻ മുന്നങ്ങാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ചെയ്യൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫെമ്മിൻ്റെ കഥ നിങ്ങൾ കേട്ടായിരുന്നല്ലോ. ആ ഫെമ്മാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം. അപ്പോൾ എൻ്റെ മുടി വെട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ, ലെയർ കട്ട് പോലെ. എനിക്ക് ഭയങ്കര സങ്കടമായി മുടി അത്രത്തോളം വെട്ടിയപ്പോൾ. പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചപ്പോൾ ഞാൻ സമാധാനിച്ചിരുന്നു എന്ന് പറയാം. പിന്നെ ഈ സാധനം എങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അത് വായിച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ സാധനം എന്തോട്ടും ഇട്ടത് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും അത് വായിക്കാൻ കൂടി എനിക്ക് നേരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് തീർഞ്ഞായിട്ട് കളഞ്ഞു. ഈ സാധനം ഞാൻ ആ ഒരു വലിയൊരു ഇത് തുറന്ന കുഞ്ഞു സാധനത്തിനുള്ള പൗഡർ ഞാൻ ഫുള്ളും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണ് ആ സാധനം എന്നൊന്നും എനിക്കറിയത്തില്ല.
ഞാൻ അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പ് കളർ ചെയ്യണതിന് മുമ്പ് ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്റ്റെപ്പായിട്ട് എനിക്ക് ചെയ്യാൻ നേരമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം കാണാൻ തന്നെ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ടൈം ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ പാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. എൻ്റെ പൊന്നെ. അപ്പോൾ പാക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അതും എല്ലാം ഈ സ്ക്രബാണെങ്കിലും മോയ്സ്ചറൈസർ പോലെ ഭയങ്കരമായിട്ട് എന്താ അലോവേര ജെല്ല് പോലെ തന്നെയാണ് എല്ലാം. പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിലല്ല ഇരിക്കുന്നത്. ഐറ്റം ഒരു ജെല്ല് കൺസിസ്റ്റൻസിയിലാണ് ഫുള്ള് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് അതും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഞാൻ തുടങ്ങിയ സമയത്തും പിന്നെ ലാസ്റ്റ് റിസൾട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇത്ര തന്നെ എനിക്ക് ചെയ്യാൻ തന്നെ നേരം ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് പോട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കസിൻ എന്ന് പറയുന്നത്.